أعوذ بالله من الشيطان الرجيم. إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون الحق من ربك فلا تكن من الممترين. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم. فإن تولوا فإن الله عليم بالمفسدين. صدق الله العلي العظيم. നാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാമിനെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് മറിയം ബീവിയെ ഗർഭം ധരിച്ചതും മസ്ജിദുൽ അഖ്സയിലേക്ക് മറിയം ബീവിയുടെ മാതാവ് നേർച്ച നേർന്നതും പിന്നീട് മറിയം ബീവിയുടെ ജനനവും അതിനെ തുടർന്ന് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമെല്ലാമാണ് വിവരിച്ച് വന്നത്. ആ ചരിത്ര വിവരണത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ അനേകം മുഅ്ജിസത്തുകൾ എണ്ണിപ്പറയുകയുണ്ടായി. ഈ മുഅ്ജിസത്തുകളുമായി ഇസ്രായേൽ സമുദായത്തെ സമീപിച്ച ഈസാ നബി അലൈഹിസ്സലാം ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഹാദാ സിറാത്തും മുസ്തഖീം, അതാകുന്നു ചൊവ്വായ പാത എന്ന് അവരെ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. പക്ഷേ ആ സമുദായം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഒരു 10-12 പേർ വരുന്ന ഹവാരികൾ മാത്രമാണ് ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നത്. ഈ കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളായി വിവരിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം മറ്റ് മനുഷ്യരിൽ നിന്ന് ഭിന്നമായി പിതാവില്ലാതെ ജനിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുക, കളിമണ്ണ് കൊണ്ട് പറവകളുടെ ആകൃതി ഉണ്ടാക്കി അതിൽ ഊതുമ്പോൾ അത് ഒരു ശരിയായ പക്ഷികളായി രൂപം പ്രാപിക്കുക, പാണ്ഡുരോഗികളെയും കുഷ്ഠരോഗികളെയും ഒക്കെ ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം തടവുമ്പോൾ സുഖം പ്രാപിക്കുക, അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന മൃതദേഹങ്ങളിൽ ചിലതിനെ ജീവിപ്പിക്കുക, ഇങ്ങനെ പല മുഅ്ജിസത്തുകളും അമാനുഷിക സിദ്ധികളും അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നു. ഓരോ കാലഘട്ടത്തിൽ നിയുക്തരായ പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു തആല മുഅ്ജിസത്തുകൾ നൽകിയിരുന്നു. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തുകൾ
ഈ പറയപ്പെട്ടവയായിരുന്നു. അപ്പൊ പിതാവില്ലാതെ ജനിക്കുകയും ഇങ്ങനെ പല അമാനുഷിക സിദ്ധികളും കാണിക്കുകയും ഒക്കെ ചെയ്തത് കാരണം മൂഢജനങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനായും അല്ല ദൈവമായും, അതുമല്ല ഇനി വേറെ ചിലർ ത്രിയേകത്വത്തിൽ മൂന്നിൽ ഒരുവനായും ഒക്കെ വിശ്വസിക്കുകയും അങ്ങനെ അവർ ഈസാ നബിയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും ഈ പരിശുദ്ധ വേദ ഗ്രന്ഥത്തിലൂടെ, ഖുർആനിലൂടെ അവർക്ക് കാര്യത്തിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം വിവരിച്ചത്. ഇനി അതിനെ തുടർന്ന് 59-ാമത്തെ ആയത്ത് മുതലാണ് നാം ഇന്ന് വിവരിക്കാൻ പോകുന്നത്. ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനായും ദൈവവുമായും ഒക്കെ ഇവര് മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ കാരണമായത് മുഖ്യമായും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവില്ലാത്ത ജനനമായിരുന്നല്ലോ. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണമാകുന്നു. ഖലഖഹു മിൻ തുറാബ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് ആദം നബിയുടെ രൂപമുണ്ടാക്കി. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. എന്നിട്ട് അതിനോട് ഉണ്ടാവുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ഒരു മനുഷ്യരൂപം പൂണ്ടു. അൽ ഹഖ്ഖു മിർ റബ്ബിക്. ഇത് താങ്കളുടെ റബ്ബിൻ്റെ സന്നിധിയിൽ നിന്നുള്ള സത്യമാകുന്നു, സത്യസംഭവ വിവരണമാകുന്നു. ഫലാ തകും മിനൽ മുംതരീൻ. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും സന്ദേഹകാരികളിൽ ഉൾപ്പെടേണ്ടതില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിലും മൊത്തം മനുഷ്യരോടാണ് അല്ലാഹു തആല ഈ പറയുന്നത്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമിനെ പിതാവില്ലാതെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്, ശരി. എന്നാൽ പിതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാവുകയാണെങ്കിൽ മാതാവും പിതാവും ഇല്ലാതെയാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. മാതാവും പിതാവും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ദൈവപുത്രനല്ലെങ്കിൽ, ദൈവമല്ലെങ്കിൽ, പിതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ദൈവപുത്രനാകുക? ഇതാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് സൂറത്തുകളിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ സൂറത്തു സജദ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളിൽ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും ഏറ്റവും നല്ല ചൊവ്വായ നിലയിൽ സൃഷ്ടിച്ചു. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. എന്നാൽ മനുഷ്യ സൃഷ്ടിപ്പ് അല്ലാഹു തആല ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്. എന്നാൽ സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. പിന്നീട് മനുഷ്യ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഇന്ദ്രിയത്തിൽ നിന്നാക്കി. ആദം നബിയെ നേർക്കുനേരെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എന്നാൽ പിന്നീട് ഇന്ദ്രിയത്തിൽ നിന്ന്, പുരുഷന്റെയും സ്ത്രീയുടെയും ഭാഗമായ പുരുഷനിൽ നിന്ന് സ്രവിക്കുന്ന ഇന്ദ്രിയം, സ്ത്രീയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡം, ഇത് രണ്ടിൽ നിന്നുമാണ് മനുഷ്യ സൃഷ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നത്. അപ്പോൾ ആദം നബിയെ മാത്രമേ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളൂ? ചിലപ്പോൾ നമ്മൾ സംശയിക്കും. എല്ലാ മനുഷ്യരെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് തന്നെയാണ്. പക്ഷെ വ്യത്യാസം, ആദം നബി അലൈഹി സ്വലാമിനെ നേർക്കുനേരെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഫയക്കൂൻ, അപ്പോൾ ആദം നബി അലൈഹി സ്വലാം ഉണ്ടായി. എന്നാൽ മറ്റ് മനുഷ്യരെ ആ പരമ്പര
ثم جعل نسله من سلالة من ماء مهين. പിന്നീട് അല്ലാഹു തആല മനുഷ്യന്റെ ഈ വംശപരമ്പര ഈ ഇന്ദ്രിയത്തിൽ നിന്നും സ്ത്രീയുടെ അണ്ഡത്തിൽ നിന്നുമാണ് തുടർന്നത്. പക്ഷേ അപ്പോഴും മണ്ണിൽ നിന്ന് തന്നെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഘടകങ്ങളും, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും രൂപപ്പെടുന്നത് മണ്ണിൽ നിന്നുള്ള ഘടകങ്ങളിൽ നിന്നാണ്. നാം കഴിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, മാംസം, ഇതെല്ലാം തന്നെ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അത് നാം ആഹരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നിർമ്മിക്കപ്പെടുന്നത്. പിന്നീട് നാം മരിക്കുമ്പോൾ വഫീഹാ നുഈദുക്കും, ഈ മണ്ണിലേക്ക് തന്നെ നാം മടക്കപ്പെടുകയും ചെയ്യും. അപ്പൊ എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെത് നേർക്ക് നേരെ മണ്ണിൽ നിന്നാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. എന്നാൽ വംശപരമ്പര തുടർന്നത് ഈ പറഞ്ഞ രൂപത്തിലാണ്. ഇതാണ് വ്യത്യാസം. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിനെ ഈ മണ്ണിന്റെ രൂപത്തിൽ സൃഷ്ടിച്ച ശേഷം അതിൽ നമ്മുടെ റൂഹിൽ നിന്ന് ഊതി. അപ്പൊ മണ്ണ് ഭൗതിക പദാർത്ഥമാണ്, മനുഷ്യന്റെ ശരീരം ഭൗതികമാണ്. എന്നാൽ മനുഷ്യനിലുള്ള റൂഹ്, ആത്മാവ്, ഇത് ഭൗതികമല്ല, ഇത് അഭൗതികമാണ്. അതാണ് ഇവിടെ അല്ലാഹു തആല പറഞ്ഞത്, വനുഫിഖ ഫീഹി മിർ റൂഹിഹി, അല്ലാഹുവിങ്കിൽ നിന്നുള്ള റൂഹ് ഊതിയപ്പോൾ മനുഷ്യൻ പൂർണ്ണമായൊരു മനുഷ്യനായി തീർന്നു. അപ്പൊ നമ്മിലെ റൂഹ് അഭൗതികമാണ്. അതെന്താണ്, എങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. പ്രവാചകന്മാരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ എല്ലാറ്റിനും ആ പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു തആല മറുപടി പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളൊക്കെ ഒഴികെ. ഒന്ന് റൂഹിനെ കുറിച്ചാണ്, മറ്റൊന്ന് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഖുലി റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. പറയുക, റൂഹ് എന്നാൽ എൻ്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വിജ്ഞാനത്തിൽ നിന്ന്, ഇൽമിൽ നിന്ന് വളരെ പരിമിതമായത് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ആ ഇൽമു കൊണ്ട് റൂഹ് എന്താണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് സാധ്യമല്ല. ഖുർആന്റെ അമാനുഷികതയാണ്. മനുഷ്യൻ എന്തെല്ലാം മനസ്സിലാക്കി, എന്തെല്ലാം കണ്ടെത്തി, എവിടെയെല്ലാം എത്തിപ്പെട്ടു. പക്ഷേ മനുഷ്യന്റെ സ്വന്തം ശരീരത്തിൽ കുടികൊള്ളുന്ന റൂഹ്, അതിനെക്കുറിച്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അത് കണ്ടെത്തുക സാധ്യമല്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഖിയാമത്ത് നാൾ, ഈ ലോകത്തിന്റെ അവസാനം എന്നാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയൂ. പിന്നീട് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അല്ലാഹു തആല കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ചിന്താശേഷിയും എല്ലാം നൽകി മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കി തീർത്തു. ഖലീലമ്മാ തശ്കുറൂൻ. പക്ഷേ വളരെ കുറച്ച് മാത്രമേ മനുഷ്യർ നന്ദി കാണിക്കുന്നുള്ളൂ. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അള്ളാഹുവിനോട്, നൽകിയ അള്ളാഹുവിനോട് എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അപ്പോൾ മാതാവും പിതാവും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, ഇനി ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രിയ പത്നി, നമ്മുടെ എല്ലാം അഭിവന്യ മാതാവ് ഹവ്വ ഉമ്മ, അവർക്കുമില്ല മാതാവും പിതാവും. പക്ഷെ ആദം നബിയുടെ സൃഷ്ടിപ്പിലും ഹവ്വ ബീവിയുടെ സൃഷ്ടിപ്പിലും ഒരു വ്യത്യാസമുണ്ട്. മണ്ണിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഹവ്വ ഉമ്മയെ സൃഷ്ടിച്ചു. ഈ ഒരു വ്യത്യാസമുണ്ട്. അവരും മാതാവും പിതാവുമില്ല. അപ്പൊ മാതാവും പിതാവും ഇല്ലാത്ത ആദം നബിയും ഹവ്വ ഉമ്മയും ദൈവമോ ദൈവപുത്രനോ അല്ലെങ്കിൽ പിതാവില്ലാതെ ജനിച്ച ഈസാ നബി അലൈഹിസ്സലാമും ദൈവപുത്രനല്ല. ഇതാണ് ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉദാഹരണം അള്ളാഹുവിന്റെ സന്നിധിയിൽ, അള്ളാഹുവിങ്കൽ ആദം നബിയുടെ ഉദാഹരണമാകുന്നു. ഇത് വിവരിച്ച ശേഷം ഫമൻ ഹാജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, വളരെ വ്യക്തമായ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷവും, അത് പ്രബോധനം ചെയ്ത ശേഷവും, അത് വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ അല്ലാഹു തആല അവതരിപ്പിച്ച ശേഷവും
ആ കാര്യത്തിൽ അവർ താങ്കളുമായി വാഗ്വാദത്തിന് വരുന്നുവെങ്കിൽ, താങ്കളുമായി അവർ ആശയ സംവാദത്തിന് വരുന്നുവെങ്കിൽ, ഈ ആയത്തും ഇതിനു മുൻപുള്ള സൂറത്ത് ആൽ ഇംറാനിലെ ആയത്തുകളും അവതരിച്ചിട്ടുള്ളത്, അഥവാ സൂറത്ത് ആൽ ഇംറാനിന്റെ നല്ലൊരു ഭാഗം അവതരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നജ്റാനിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ നിവേദക സംഘം വരികയുണ്ടായി. ആ സന്ദർഭത്തിലാണ്. നജ്റാൻ എന്നാൽ സൗദി അറേബ്യയുടെ ദക്ഷിണ പശ്ചിമ ഭാഗത്തുള്ള ഒരു രാജ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അത് സൗദി അറേബ്യയുടെ ഒരു ഗവർണറേറ്റ് ആകുന്നു. ഗവർണറേറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ പ്രദേശമാണ് എന്ന് ധരിക്കേണ്ടതില്ല. 3,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഗവർണറേറ്റ് ആകുന്നു നജ്റാൻ. യമന്റെ ഭാഗത്താണ്. കാരണം അറേബ്യ ഉപദ്വീപിന്റെ, സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്താണ് യമൻ സ്ഥിതി ചെയ്യുന്നത്. യമനോട് ചേർന്നുള്ള ഈ ദക്ഷിണ പശ്ചിമ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് വെച്ചാൽ ചെങ്കടൽ തീരത്താണ് ഈ ഗവർണറേറ്റ് ഉള്ളത്. 3,60,000 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ, നമ്മുടെ കേരള സംസ്ഥാനം 32,000 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിന്റെ 11 ഇരട്ടി വലിപ്പം വരുന്നതാണ് ഈ ഗവർണറേറ്റ്. ആ നാട്ടിൽ നിന്ന്, അത് ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്നു. അത് മാത്രമല്ല, യമൻ ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്നു. അവിടെ ക്രിസ്ത്യാനികളാണ് ഭരിച്ചിരുന്നത് എന്നല്ല, മൊത്തം മധ്യപൗരസ്ത്യ ദേശം മുഴുവൻ, പല പ്രാവശ്യം നാം ആവർത്തിച്ചതുപോലെ ഈജിപ്തും ഫലസ്തീനും ജോർദാനും ലബനാനും സിറിയയും ഒക്കെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ഘട്ടത്തിൽ. അതുപോലെ ഈ നജ്റാനും ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു, രാജ്യമായിരുന്നു. ആ നജ്റാനെ കുറിച്ച് വളരെ പൗരാണികമായ ചരിത്രമുള്ള ഒരു ദേശമാകുന്നു അത്. BC 4000 വർഷം പഴക്കമുണ്ട്. അഥവാ 6000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ജനവാസമുണ്ടായിരുന്നു. ധാരാളം പുരാവസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, അറേബ്യ ഉപദ്വീപിലെ വലിയ അണക്കെട്ടുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന നാടാണ്. ധാരാളം കൃഷി, ഈത്തപ്പനയും മറ്റ് കൃഷികളും അവിടെ ഉണ്ട്. സൂറത്തുൽ ബുറൂജിൽ ഒരു അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. കിടങ്ങിന്റെ ആളുകൾ. വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ അതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപ് ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച സത്യവിശ്വാസികളായ ആയിരക്കണക്കിന് ആളുകളെ അന്നത്തെ അവിടുത്തെ ദൂനവാസ് എന്ന് പറയുന്ന ഒരു ജൂത രാജാവ്, നാം പറഞ്ഞിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും കടുത്ത ശത്രുക്കളാണ്. പക്ഷേ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ വരുമ്പോൾ അവർ വലിയ മിത്രങ്ങളാണ്. ശത്രുവിൻ്റെ ശത്രുമിത്രം. ഈ ദൂനവാസ് രാജാവ് ആ സത്യവിശ്വാസികളെല്ലാം ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ കിലോമീറ്ററുകളോളം നീളത്തിൽ വലിയ കിടങ്ങ് കുഴിച്ചു. ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ കിടങ്ങുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അതിൽ വലിയ വലിയ വൻമരങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് അതിലിട്ടു. അങ്ങനെ അത് തീ കൊടുത്തു, ആളി കത്തിച്ചു. വലിയ കിടങ്ങൊന്നായിട്ട് ആളിക്കത്തുന്ന കിടങ്ങ്. അതിലായിരക്കണക്കായ സത്യവിശ്വാസികളെ ജീവനോടെ എടുത്തെറിയുകയും അവർ ആ തീയിൽ കിടന്ന് വെന്തെരിഞ്ഞ് മരിക്കുന്നത് കണ്ട് ആർത്തട്ടഹസിക്കുകയും രസിക്കുകയും ചെയ്ത ഒരു ദൂനവാസ് രാജാവിൻ്റെ കഥ സൂറത്തുൽ ബുറൂജിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ജൂതന്മാർ ഫലസ്തീനിൽ അനുവർത്തിക്കുന്ന അതേ പരിപാടി ഇന്ന് കുറച്ച് ഹൈടെക് ആണെന്ന് മാത്രം. മിസൈലുകളും ബോംബാക്രമണവുമാണ്, അതും തീ തന്നെയാണ്. ഒരു മിസൈൽ ആക്രമണം, ബോംബാക്രമണം ഒരിടത്ത് നടക്കുമ്പോൾ അവിടെ തീ ആളും. അത് പൗരാണിക രീതിയിലായിരുന്നു, ഇത് ആധുനികമായ രീതിയിലാണ് എന്ന വ്യത്യാസം. ഈ പറഞ്ഞ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവം നടന്നത് ഈ നജ്റാനിലായിരുന്നു എന്ന് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ
പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പൗരാണികമായ ഈ നജ്റാനിൽ നിന്ന് ഒരു ക്രൈസ്തവ നിവേദക സംഘം, വലിയൊരു സംഘമാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ റൗള ഷരീഫിൽ വന്നു. അതിൽ നല്ലൊരു ശതമാനം വേദപണ്ഡിതന്മാരാണ്. തൗറാത്തും ഇഞ്ചീലുമൊക്കെ നന്നായിട്ട് പഠിച്ചതിൽ അവഗാഹമുള്ളവരാണ്. അവർ വന്നപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ത്രിയേകത്വത്തിലും ദൈവപുത്ര വിശ്വാസത്തിലുമൊക്കെ ഉള്ളവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ സൂറത്ത് ആൽ ഇംറാനിൽ നാം വിവരിച്ചു വന്ന കാര്യങ്ങളൊക്കെ, ഈസാ നബിയുടെ മാതാവിനെ ഗർഭം ധരിച്ചത് മുതൽ മസ്ജിദുൽ അഖ്സയിൽ അവർ കഴിച്ചു കൂട്ടിയതും, അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നതുമൊക്കെയായ കാര്യങ്ങൾ വിവരിച്ചു. അങ്ങനെ ഈസാ നബിയുടെ സിദ്ധികളൊക്കെ തന്നെ ഒരു മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളതാണ് എന്ന് വിവരിച്ചു. അവസാനം ഈസാ നബിയുടെ ഉദാഹരണം ആദം നബിയുടെ ഉദാഹരണമാണ് എന്ന് വിവരിച്ചു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് വിവരിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അഹ്ലു കിതാബുകാർക്കും ഈ സന്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സൂറത്ത് ആൽ ഇംറാൻ അവതരിക്കാൻ ഹേതുവായത് ഈ നജ്റാനിലെ നിവേദക സംഘത്തിന്റെ ആഗമനമായിരുന്നു, അവരുമായുള്ള ഈ സംവാദമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം വിവരിച്ചുവെങ്കിലും ആ സന്ദർഭത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ സംഭവം റൗള ഷരീഫിൽ വെച്ചുണ്ടായത്. ഈ നിവേദക സംഘത്തിന്റെ പ്രാർത്ഥനയുടെ സമയമായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സമയമായിരിക്കുന്നു, ഞങ്ങൾ പോയിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് വരാം, പിന്നീട് സംഭാഷണം തുടരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്, നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങളുടെ നമസ്കാരം നിർവഹിക്കുക. അങ്ങനെ റൗള ഷരീഫിൽ വെച്ച് ഈ നജ്റാനിലെ നിവേദക സംഘം നമസ്കരിച്ചു. ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗഹാർദ്ദം, മതസൗഹാർദ്ദം, ഇതിന് തുല്യമായ ഒരു മതസൗഹാർദ്ദം കാണിച്ച ഏതൊരു മതകീയ ആചാര്യനാണ് ഈ ലോകത്തുള്ളത് എന്ന് നാം നോക്കുക. അങ്ങനെ സംഭാഷണം തുടർന്നു. ഈ ഈസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ഒരു റസൂലാണ്. ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനല്ല. ഇത്യാദി കാര്യങ്ങൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ റൗള ഷരീഫിൽ വെച്ച് ഖുർആൻ ആയത്തുകൾ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചിട്ട് പോലും. അപ്പൊ നാം ഈ സന്ദേശം ഇനി ജനങ്ങൾക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു. ഈ പ്രവാചകന്മാർ നിർവഹിച്ച ഈ മഅറൂഫ് കൽപ്പിക്കുക, മുൻകർ വിരോധിക്കുക എന്ന ദൗത്യം നമുക്കുണ്ട്. നാം നമ്മുടെ അയൽവാസികൾ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർ, നമ്മുടെ പരിചിത വൃത്തത്തിലുള്ളവർ, അവർക്കൊക്കെ ഈ സന്ദേശം കേൾപ്പിക്കുമ്പോൾ അവർ സ്വീകരിച്ചില്ല എങ്കിൽ നാം ഒട്ടും അതിൽ വിമ്മിഷ്ടപ്പെടേണ്ടതില്ല. സാക്ഷാൽ പ്രവാചകന്മാർ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ തെളിവുകളോടുകൂടി ഈ ദഅവത്ത് നൽകിയിട്ട് അത് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അധിക പരിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട അധിക പ്രവാചകന്മാരുടെയും സമൂഹങ്ങൾ ഭൂരിപക്ഷവും തള്ളിക്കളഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നാം പരിഭവപ്പെടേണ്ടതില്ല. നാം അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ സന്മാർഗ സന്ദേശം എത്തിക്കുന്ന ഉത്തരവാദിത്തം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പ്രവാചകന്മാർ പറഞ്ഞ അത് തന്നെയാണ് നമ്മുടെയും നയം, നമ്മുടെ നിലപാട്, നമ്മുടെ ദൗത്യം നാം നിർവഹിക്കുക. എന്നിട്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇവർ ഇത് സ്വീകരിക്കാൻ കൂട്ടാക്കാത്തത് കാരണം ഫമൻ ഹജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, വ്യക്തമായ വിജ്ഞാനം ലഭിച്ചു കഴിഞ്ഞ ശേഷവും ഈ സത്യങ്ങൾ സ്വീകരിക്കാൻ കൂട്ടാക്കാതെ താങ്കളുമായി
ഇങ്ങനെ മുജാദല നടത്തുന്നവർ, താങ്കളുമായി ഈ വിഷയത്തിൽ വാഗ്വാദം നടത്തുന്നവർ, അവരോട് താങ്കൾ പറയുക, അവരെ ക്ഷണിക്കുക, ഫഖുൽ താഴാലോ, ശരി നിങ്ങൾ വരുവീൻ, നദ്ഉ അബ്നാഅനാ വ അബ്നാഅക്കും വനിസാഅനാ വനിസാഅക്കും, നാം നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും, നമ്മുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും, വ അൻഫുസനാ വ അൻഫുസക്കും, നാം തന്നെയും ഒരുമിച്ച് കൂടുക, ഒരിടത്ത് ഒരുമിച്ച് കൂടുക. നാം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പേരക്കുട്ടികൾ എല്ലാവരും ഒരിടത്ത് ഒരുമിച്ച് കൂടുക. എന്നിട്ട് എന്താണ് നാം ചെയ്യേണ്ടത്? സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, നാം മുബാഹല നടത്തുക. മുബാഹല എന്നത് ഇസ്ലാമിക വിജ്ഞാനീയത്തിലെ ഒരു ടെർമിനോളജി ആകുന്നു. മുബാഹല പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവപൂർവം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാകുന്നു. ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് നാം പ്രാർത്ഥിക്കുക, അതിൻ്റെ പേരാകുന്നു മുബാഹല. എന്താണ് പ്രാർത്ഥന? ഫനജഅൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, നമ്മിൽ കള്ളവാദികൾ, അസത്യവാദികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്കെതിരെയല്ല, അവർ ഇവർക്കെതിരെയുമല്ല. നാം ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് നാം പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അസത്യവാദികൾ, അലൽ കാദിബീൻ, കള്ളവാദികൾ, അസത്യവാദികൾ, നമ്മുടെ കൂട്ടത്തിൽ അസത്യവാദികൾക്ക് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് നാം ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെല്ലുവിളിച്ചു. അതിൽ ഒരു വിഭാഗം അത് സ്വീകരിക്കാൻ സന്നദ്ധരായെങ്കിലും വേദപണ്ഡിതന്മാരുടെ ഭൂരിപക്ഷവും ആ വെല്ലുവിളി സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവർ പരസ്പരം പറഞ്ഞു, ഇത് നമ്മുടെ വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട, വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകനാണ്. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുകയില്ല. നമ്മുടെ മാത്രമല്ല, നമ്മുടെ വംശപരമ്പരയുടെ തന്നെ നാശത്തിലാണ് അത് എത്തിച്ചേരുക. അതുകൊണ്ട് ഈ മുബാഹലക്ക് നാം മുതിരരുത്, തയ്യാറാകരുത് എന്നവർ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലുവിളിയിൽ നിന്ന് അവർ പിൻവാങ്ങുകയും ചെയ്തു. കാരണം അവർക്ക് ബോധ്യമുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ്, സത്യമല്ലാത്തൊന്നും പറയുകയില്ല. അവർ പഠിച്ച വേദഗ്രന്ഥങ്ങളിൽ ഈ നബിയെക്കുറിച്ച്, ഈ അന്തിമ വേദഗ്രന്ഥത്തിന്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. നമ്മുടെ കേരളക്കരയിൽ ഒരു പ്രാവശ്യം മുബാഹല നടന്നിട്ടുണ്ട് മൊത്തം ഇസ്ലാമിക ചരിത്രത്തിൽ. അത് 980കളിലാണ്, ഒരു 40 വർഷം മുൻപ് കൊടിയത്തൂരിൽ വെച്ചാണത് നടന്നത്. അത് ഖാദിയാനികൾക്കെതിരെയായിരുന്നു. അന്ന് ഖാദിയാനികൾ മുസ്ലിം സമുദായത്തിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്, ഇനി പ്രവാചകന്മാർ വരാനില്ല എന്ന ഈ അടിസ്ഥാന വിശ്വാസത്തിനെതിരെ മുസ്ലിങ്ങൾക്കിടയിൽ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരാണ് ഈ അഹമ്മദ് ഖാദിയാൻ എന്ന് പറയുന്ന ഈ ആളെ രംഗത്ത് കൊണ്ടുവന്നത്, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതാവട്ടെ, അങ്ങനെ ചില മുസ്ലിങ്ങളൊക്കെ തന്നെ, പട്ടാഭികളായ മുസ്ലിങ്ങളൊക്കെ അതിൽ വീണു. ഈ അഹമ്മദ് ഖാദിയാനിയും പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ അത് വലിയൊരു ഫസാദിന് കാരണമാകും എന്ന് കണ്ട അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ, കക്ഷിപക്ഷഭേദമന്യായിരുന്നു. അതിൽ സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്, ജമാഅത്തുകാരുണ്ട്. ഇവര് സംയുക്തമായി ഈ ഖാദിയാനികളെ മുബാഹലയ്ക്ക് വേണ്ടി വെല്ലുവിളിക്കുകയും അങ്ങനെ കൊടിയത്തൂരിൽ വെച്ച് മുബാഹല നടക്കുകയും ചെയ്തു. അതോടുകൂടി കേരളത്തിൽ ഈ ഖാദിയാനികളുടെ ഷെറ് പിന്നീട് ഉണ്ടായിട്ടില്ല. അഥവാ പിന്നീട് മുസ്ലിം സമുദായത്തിൽ നിന്നാരും ഈ ഖാദിയാനിസത്തിലേക്ക് കടന്നു പോയിട്ടില്ല എന്നതാണ് ചരിത്രം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നടത്തിയ വെല്ലുവിളി സ്വീകരിക്കാതെ അവർ പിൻവാങ്ങി.
അതോടൊപ്പം നബിയോട് നല്ല സൗഹാർദ്ദത്തോടു കൂടി അവർ വിട പറഞ്ഞു. വിട പറഞ്ഞ് നജ്റാനിലേക്ക് പോകുമ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങളുടെ നാട്ടിൽ തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു സുൽഹ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഒരു നല്ല ഒരു പണ്ഡിതനായ ഒരു നയതന്ത്രജ്ഞനായ ഒരു ശിഷ്യനെ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീനുൽ ഉമ്മ, ഈ സമുദായത്തിന്റെ അമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ അവരോടൊപ്പം അയച്ചു കൊടുത്തു. അപ്പോൾ അവർ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് അവരെല്ലാവരും, ആ നാട്ടുകാരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അത് മുസ്ലിം പ്രദേശമായി തീർന്നു. അന്നു മുതൽ ഇന്ന് വരെ അവിടെ മുസ്ലിങ്ങളാണ് ഉള്ളത്. സൗദി അറേബ്യയുടെ അനേകം ഗവർണറേറ്റുകളിൽ ഒരു ഗവർണറേറ്റ് ആകുന്നു അത്. നജ്റാൻ മാത്രമല്ല, അപ്പുറമുള്ള യമൻ അവർ ഇസ്ലാം സ്വീകരിച്ചു. ആ യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിലെ പണ്ഡിതൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ച ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അപ്രകാരം തന്നെ മധ്യപൗരസ്ത്യ ദേശത്തുള്ള ഈജിപ്ത്, പ്രത്യേകിച്ച് ഷാം, ഈ പറഞ്ഞ ഈസാ നബിയുടെ മുൻപുള്ള പ്രവാചകന്മാരെല്ലാം ജീവിച്ച് പരിശുദ്ധ ഖുർആനിൽ 5 ആയത്തുകളിൽ ബാറക്നാ ഹൗലഹു, അതിന് ചുറ്റും നാം ബർക്കത്ത് ചെയ്തിരിക്കുന്നു എന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തിയ, മിറാജ് യാത്ര നടത്തിയ ആ പ്രദേശത്തുള്ളവരും ഇസ്ലാം സ്വീകരിച്ചു. അഥവാ ഈ ഈസാ നബി അലൈഹിസ്സലാമും പ്രവാചകന്മാരും ഒക്കെ ജീവിച്ച് അവരുടെ പാദസ്പർശമേറ്റ ആ പുണ്യഭൂമിയിൽ ജീവിച്ചവരൊക്കെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം ഈ ഖുർആനിൽ പറഞ്ഞതുപോലെ റസൂലാകുന്നു. ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനല്ല, ദൈവവുമല്ല, 3-ൽ 3-മനുമല്ല. ഈസാ നബി അലൈഹിസ്സലാം അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ റസൂലും ആകുന്നു എന്ന സന്ദേശം അംഗീകരിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദീനുൽ ഇസ്ലാം സത്യത്തിൽ വെന്നിക്കൊടി, വിജയക്കൊടി പറത്തിയിട്ടുള്ള ദീനാകുന്നു. മുസ്ലിങ്ങൾ വിജയശ്രീലാളിതരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട പ്രദേശം, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം വന്ന പ്രദേശം, എല്ലാം ഇസ്ലാമിന്റെ ആധിപത്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം മുസ്ലിങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് അംഗീകരിക്കാതെ ക്രിസ്ത്യാനികളായി ഈ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുകയും ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുകയും ചെയ്തവരൊക്കെ എവിടെയാണുള്ളത്? അവർ പാശ്ചാത്യ ലോകത്താണ് ഭൂരിപക്ഷമുള്ളത്. ഈ പാശ്ചാത്യ ലോകത്ത് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനും ആഗതനായിട്ടില്ല എന്നല്ല, ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും പ്രവാചകന്മാർ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിച്ച ഒരു ചരിത്രമേ പാശ്ചാത്യ ലോകത്തിനില്ല. മറിച്ച് പ്രവാചകന്മാർക്കെതിരെ രംഗത്ത് വന്ന, ഈ ദീനുൽ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് യൂറോപ്പിലേക്ക് ഇസ്ലാമിനെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് നബിയുടെ നിയോഗകാലം മുതൽ ഇന്നോളം ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് അവർ. അവർക്ക് ക്രിസ്തുമതവുമായുള്ള ബന്ധം എന്താണ്? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ഈസാ നബിയെ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത പൗലോസ് എന്ന് പറയുന്ന ഒരാള് ഈസാ നബിയിൽ വിശ്വസിച്ചു എന്നവകാശപ്പെട്ടുകൊണ്ട് അങ്ങ് റോമിലേക്ക് പോയി. ഈ റോമിൽ ചെന്നിട്ട് അവിടെ അവർ ബഹുദൈവ വിശ്വാസികളാണ്. സാക്ഷാൽ നമ്മുടെ ഹിന്ദുക്കളെ പോലെ ഒരുപാട് ദൈവങ്ങളുണ്ട്. അതിലെ മുഖ്യ ദേവൻ ഏതാ വെച്ചാൽ സൂര്യദേവനാണ്. സൂര്യദേവൻ, അവരുടെ ഫോട്ടങ്ങളും ചിത്രങ്ങളും ബിംബങ്ങളും ഒക്കെ അവിടെ കാണാൻ ഇപ്പോഴും ഉണ്ട്. അവിടെ ചെന്നിട്ട് ഈ ഗ്രീക്കുകാരുടെ ആ ബഹുദൈവത്വ മതം ഇതിൽ നിന്ന് കുറെ ഇയാളങ്ങ് സ്വീകരിച്ചു. അതിലൊന്നാണ് ഈസാ നബിയുടെയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും പുണ്യദിനം നമുക്ക് വെള്ളിയാഴ്ച പോലെ
അത് ശനിയാഴ്ച ദിവസമായിരുന്നു. ശനിയാഴ്ചയാണ് ഇബാദത്തിന് വേണ്ടി ഈ പ്രവാചകന്മാരൊക്കെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മറ്റു ലൗകിക പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ കൽപ്പിച്ചത്. അത് ലംഘിച്ചത് കൊണ്ടാണ് ഒരു വിഭാഗത്തെ അല്ലാഹു തആല പന്നികളും കുരങ്ങുകളും ഒക്കെ ആക്കി തീർത്തത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആ കാര്യം വിവരിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ ശബത്ത് അങ്ങ് മാറ്റി. കാരണം അവർക്ക് അവിടെ പുണ്യദിനം ഞായറാഴ്ചയാണ്, കാരണം സൂര്യദേവനെ ആരാധിക്കുന്നത്, സൺ. അങ്ങനെ അതിങ്ങ് സ്വീകരിച്ചു. ഈ ശബത്ത് പോയിട്ട് പിന്നെ ഇതായി. അതുപോലെ തന്നെ അവർ ബഹുദൈവ വിശ്വാസികൾ ഒരുപാട് വർഷന്മാരുണ്ട്, അവരൊക്കെ ആരാധിക്കുന്നവരാ. ഇയാള് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഈ ശുദ്ധ തൗഹീദിൽ അധിഷ്ഠിതമായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിനെ ഏകദൈവ വിശ്വാസത്തെ എന്ത് ചെയ്തു വെച്ചാൽ അവരുടേതും ഇതും കൂടെ ഒന്ന് മിങ്കിൾ ചെയ്തിട്ട് ഒന്നുള്ളത് മൂന്നാക്കി, അവിടെ കുറെ ഉള്ളത് അങ്ങോട്ട് മൂന്നാക്കി കുറച്ച്. ഇതാണ് ഇയാൾ പ്രബോധനം ചെയ്തത്. ഇത് പ്രബോധനം ചെയ്ത് ഇത് സ്വീകരിച്ച റോമാ ചക്രവർത്തി അത് സ്വീകരിച്ചു. കാരണം സംഗതി ഓക്കെയാണ്, അവരുടെ പാരമ്പര്യവും അവരുടെ സൺഡേയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സംഗതി, ഒരു അവിയൽ. ആ റോമാ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു. ഏത് ക്രിസ്തുമതം? ഈ പോൾ കൊണ്ടുവന്ന ക്രിസ്തുമതം. ആ മതം ഈ റോമാ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ തണലിൽ പ്രബോധനം ചെയ്തു. അങ്ങനെ ഈ റോമാ സാമ്രാജ്യം മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ജസ്റ്റീനിയൻ ചക്രവർത്തി, ഇവരൊക്കെയാണ് ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് ഈ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ ക്രൈസ്തവവൽക്കരിച്ചത്. അന്ന് അമേരിക്ക വൻകര കണ്ടെത്തിയിട്ടില്ല. അമേരിക്ക വൻകര കൊളംബസ് കണ്ടെത്തുന്നത് 550 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഈ യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരാണ് ഈ അമേരിക്ക വൻകരയിലുള്ളത്. ഈ ട്രംപൊക്കെ അതിന്റെ പിന്മുറക്കാരാണ്. അപ്പൊ യൂറോപ്പിന്റെ ഒരു പരിച്ഛേദം മാത്രമാണ് അമേരിക്ക. ഇവരൊക്കെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും അതിനു മുൻപ് വന്ന പ്രവാചകന്മാരുടെയും ദീൻ പരിചയപ്പെട്ടവരല്ല, അത് സ്വീകരിച്ചവരല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദീനുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇവിടുന്ന് ഒരുത്തൻ അവിടെ പോയിട്ട് അവരുടെ ഈ ബഹുദൈവത്വമെല്ലാം മിക്സ് ചെയ്ത ഈ അവിയലാണ് അവർ സ്വീകരിച്ചത്. ഒരിക്കലും ദീനുസ്സമായി മഹാനായ മുഹമ്മദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വലിയ ഗ്രന്ഥകാരനാണ്. അദ്ദേഹം കുവൈത്തിൽ ഒരിക്കൽ വന്നപ്പോൾ 30-35 വർഷം മുൻപാണ് ഒരു പ്രഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ടൈറ്റിൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്ലാമും എന്നതായിരുന്നു. അതിൽ അദ്ദേഹം 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം അതിൽ പറഞ്ഞത് ദീനുസ്സമായി, ആകാശമതം പരിചയമില്ലാത്ത, അത് സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് പാശ്ചാത്യർ. അപ്പൊ അവരാണ് ഇപ്പൊ ഇതിൽ നിലനിൽക്കുന്നത്. മറിച്ച് ഈ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട അവരുടെ പാദസ്പർശമേറ്റ പുണ്യ പ്രദേശങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അഥവാ നാം ദിവസങ്ങളോളം വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഈസാ നബിയെ കുറിച്ച്, അവരുടെ മാതാവ് മറിയം ബീവിയെ കുറിച്ച്, അവരുടെ കുടുംബമായ ആലും ഇമ്രാനെ കുറിച്ച് ഈ ഖുർആൻ വിവരിക്കുന്ന കാര്യം അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരുമായി വംശപരമായോ ദീനിയായോ ഒരു ബന്ധവുമില്ലാത്തവരാണ് ഈ പറഞ്ഞ പാശ്ചാത്യർ. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാലോ, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗോവയിലുമൊക്കെയുള്ള ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞാലോ, ഈ പാശ്ചാത്യ കൊളോണിയൽ ശക്തികൾ അവർ ഈ വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഈ ആധുനികമായ സൗകര്യങ്ങളും ആധുനിക ഈ അത്യന്താധുനിക ആയുധങ്ങളുമൊക്കെ ആയിട്ട് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി. അങ്ങനെയാണ് നമ്മുടെ വാസ്കോഡി ഗാമയും ഒക്കെ അങ്ങോട്ട് വരുന്നത്. അവർ വന്ന് ഈ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു. അങ്ങനെ വെട്ടിപ്പിടിച്ച് അവർ വെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ തന്നെ അവർക്ക് ഇവരെ പാതിരിമാരുണ്ടാവും. അവർ രാജ്യം വെട്ടിപ്പിടിക്കും, പാതിരിമാർ അവിടെ പ്രബോധനം ചെയ്യും. ഇങ്ങനെയാണ് ഈ ഫിലിപ്പൈൻസ് ഒക്കെ ക്രൈസ്തവ രാജ്യമായി തീരുന്നത് ഏഷ്യയിലെ. അപ്പോ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിത്തീരുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള അവർക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമുമായി എന്ത് ബന്ധം? അവർക്ക് ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ശരിയായ ദീനുമായി എന്ത് ബന്ധം? പോൾ ഈസാ നബിക്ക് ശേഷം യൂറോപ്പ് പോയി, അവിടെ അവിയൽ മതം പ്രബോധനം ചെയ്തു. പിന്നീട് വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്നല്ല 1000 വർഷങ്ങൾക്ക് ശേഷം
ഈ പറഞ്ഞ വാസ്കോഡിഗാമയും മറ്റും ഇവിടെ വന്നിട്ട് അവർ പ്രബോധനം ചെയ്ത ക്രിസ്തുമത ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ പ്രബോധനം ചെയ്ത വേദഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട ശരിയായ ദീൻ എവിടെ കിടക്കുന്നു? ഈ കാലത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ എവിടെ കിടക്കുന്നു? നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നാം ഈ സത്യവുമായി, ഈ സത്യസന്ദേശവുമായി നമ്മുടെ പ്രബോധന ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. നല്ല ആത്മവിശ്വാസം അക്കാര്യത്തിൽ നമുക്ക് വേണം. നാം വിജയശ്രീലാളിതരാണ്. ആകെയുള്ള ഒരു അന്തരം എന്താണെന്ന് വെച്ചാൽ, ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലോകത്തിന് ഒരു ഏകലോക നേതൃത്വമില്ലാത്തതാണ് മുഖ്യമായ ഒരു പരാജയം. അതോടൊപ്പം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അവരുടെ കയ്യിലുള്ള അത്യന്താധുനിക ആയുധങ്ങൾ, അവയുമായി കിടപിടിക്കാൻ ഇപ്പോഴത്തെ മുസ്ലിം രാജ്യങ്ങൾക്ക് ഇപ്പോൾ സാധ്യമല്ല. എന്നാൽ അവരിതൊക്കെ ഉണ്ടാക്കി തീർന്നത് അവരുടെ യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. യൂറോപ്യൻ യൂണിയൻ ഒരു ഭാഗത്ത്, നാറ്റോ മറ്റൊരു ഭാഗത്ത് എന്നതുപോലെ മുസ്ലിം രാജ്യങ്ങൾ ഒരു യൂണിറ്റിയിൽ രംഗത്ത് വരികയാണെന്നെങ്കിൽ ഈ പറഞ്ഞ കൂട്ടരുമായി അധികം വൈകാതെ തന്നെ വെച്ച് പിടിക്കാനും അവരുടെ ഷറുകളെ തടുത്തു നിർത്താനും മുസ്ലിങ്ങൾക്ക് സാധിക്കും. അപ്പോഴേ ഇപ്പോഴത്തെ ഫലസ്തീൻ പ്രശ്നം ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഉള്ളൂ. നമ്മുടെ ജീവിതകാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണാനും ആ ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്. ഈ വിവരിച്ചത് സത്യസമേതമുള്ള ചരിത്രമാകുന്നു. അല്ലാഹു തആലയാണ് പറയുന്നത്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെ ഒരിലാഹുമില്ല. വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. ഫഇൻ തവല്ലൗ. ഈ സന്മാർഗ സന്ദേശത്തിൽ നിന്ന്, ഈ സത്യത്തിൽ നിന്ന് അവർ പിന്തിരിയുന്നുവെങ്കിൽ ഫഇന്നല്ലാഹ അലീമുൻ ബിൽ മുഫ്സിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഫ്സിദീങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു. അപ്പോൾ അല്ലാഹു തആല അവതരിപ്പിക്കുന്ന ഈ സത്യം സ്വീകരിക്കാതെ അതിൽ നിന്ന് പിന്തിരിയുന്നവർ മുഫ്സിദീങ്ങളാകുന്നു, ഫസാദുകാരാകുന്നു. പരിശുദ്ധ ഖുർആനിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിൻ ഫലമായി ഭൂമിയിൽ ഫസാദ്, നാശം വ്യാപകമായിരിക്കുന്നു എന്നൊരായത്തുണ്ട്. ഈ ആയത്ത് ഏത് സൂറത്തിലാണുള്ളത് എന്ന് ആർക്ക് പറയാം? ഏത് സൂറത്തിലാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്? മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിൻ ഫലമായി കരയിലും കടലിലും. കരയിലും കടലിലും എന്ന് വെച്ചാൽ ആകാശം കൂടി ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. മൊത്തം കരയിലും കടലിലും ആകാശത്തും നാശം, ഫസാദ് വ്യാപിച്ചിരിക്കുന്നു, വ്യാപകമായിരിക്കുന്നു മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിൻ ഫലമായി. ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത് എന്ന് ആർക്ക് പറയാം? സൂറത്തുർ റൂമിലാണ് ഈ ആയത്തുള്ളത്. സൂറത്തുർ റൂം. റൂം എന്നാൽ ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറഞ്ഞ USA-യിലും കാനഡയിലും അമേരിക്ക വൻകരയിലുമുള്ള ഈ ജനതയുടെ അധിവാസ പ്രദേശമാണ്. ആ സൂറത്തിലാണ് ലഹറൽ ഫസാദു, ഫസാദ് വ്യാപകമായിരിക്കുന്നു. ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ആകാശത്തും എന്ന് അതിൽ നിഷ്പന്നമാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിൻ ഫലമായി. ഈ ലോകത്ത് ഏതൊരു ഫസാദ് ഉണ്ടെങ്കിലും, ലോകത്ത് ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് തിരികൊളുത്തുന്നത്, അതിന് ആയുധങ്ങൾ നൽകുന്നത് എല്ലാം ഈ പറയപ്പെട്ട കൂട്ടരാകുന്നു എന്ന് കാണാൻ സാധിക്കും. ഖുർആനിന്റെ അമാനുഷികത എന്നാൽ ഒന്നും രണ്ടുമല്ല, എണ്ണിയാലൊടുങ്ങാത്തതാണ്. അപ്പോൾ
പരിശുദ്ധ ഖുർആൻ പറയുന്ന ഈ സത്യം അംഗീകരിക്കാത്തവർ ഈ സത്യത്തിൽ നിന്ന് ആർ വിമുഖരാകുന്നുവോ പിന്തിരിയുന്നുവോ അവർ മുഫ്സിദീങ്ങളാകുന്നു. അല്ലാഹു തആല അവരെ കുറിച്ച് അറിയുന്നു. അവർ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ ഫസാദ് എപ്പോഴാണ് അവസാനിപ്പിക്കുക? മുസ്ലിങ്ങൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ. അങ്ങനെ വന്നിരുന്നു, അന്ന് അവസാനിപ്പിച്ചു ചെയ്തിരുന്നു. പക്ഷേ മുസ്ലിങ്ങളുടെ ഖിലാഫത്ത് തകർന്നു. മുസ്ലിങ്ങൾ ഛിദ്രമായി, ചിഹ്ന ഭിന്നമായി, ഒരേകലോക നേതൃത്വം ഇല്ലാത്ത അവസ്ഥയുണ്ടായി. അതിന് ശേഷമാണ് ഇവരുടെ ഫസാദ് ഇവിടെ കൊടി കുത്തി വാഴുന്നത്. അത് ഇവിടെ അവസാനിക്കുക രണ്ടാമത് ഇൻഷാ അല്ലാഹു തആല മുസ്ലിങ്ങൾ ഒരു നേതൃത്വത്തിന് കീഴിൽ ഒന്നിക്കുമ്പോഴാണ്. അതൊരു ഖിലാഫത്ത് തന്നെ ആവണമെന്നില്ല. ഒരു മിനിമം കാര്യങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചാൽ തന്നെയും ഈ കാര്യം സാധിക്കും ഇൻഷാ അല്ലാഹു തആല. ഖുൽ, നബിയെ പറയുക, യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. അല്ലയോ വേദക്കാരെ, ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമവാക്യത്തിലെത്തേണ്ട, നാം രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ മുൻപോട്ട് വരിക. നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ലാത്ത കാര്യം എന്താണത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യാതിരിക്കുക. വലാ നുശ്രിക ബിഹി ഷൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നാം നമ്മിൽ ചിലരെ അല്ലാഹുവിനെ കൂടാതെ റബ്ബുകളാക്കാതിരിക്കുക. ഫഇൻ തവല്ലൗ, അവർ ഈ മിനിമം കാര്യത്തിൽ നിന്ന് പിന്തിരിയുന്നുവെങ്കിൽ, ഫഖൂലു, പറയുവീൻ, ഇശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാവരും കൊണ്ടുവന്ന, സാക്ഷാൽ ഈസാ നബി അലൈഹിസ്സലാമും കൊണ്ടുവന്ന പ്രബോധനം ചെയ്ത യാഥാർത്ഥ്യം, ഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്, ഈസാ നബിയുടെ സന്ദേശമാണ്. ഫഅ്ബുദൂ, അവന് ഇബാദത്ത് ചെയ്യുക. ഹദാ സിറാത്തുൽ മുസ്തഖീം, അതാകുന്നു ചൊവ്വായ മാർഗം. അത് നമുക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകേണ്ടതില്ലാത്ത സംഗതിയാകുന്നു. അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക. അത് സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ, ഞങ്ങളിതാ ആ സന്ദേശം സ്വീകരിച്ചവരാകുന്നു, അത് അംഗീകരിച്ചവരാകുന്നു, ആ സന്ദേശത്തിനനുസരിച്ച് അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുന്നവരാകുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ഇവിടെ നാം നമുക്കിടയിൽ ആരെയും പരസ്പരം റബ്ബുകളാക്കാതിരിക്കുക എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ക്രൈസ്തവ വേദ പണ്ഡിതനായിരുന്ന ഒരു സ്വഹാബി മുൻപോട്ട് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആരാണ് ആ സ്വഹാബി? ആർക്ക് പറയാം? ആരാണ് ആ സ്വഹാബി? വേദ പണ്ഡിതനായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയും റബ്ബുകളാക്കി സ്വീകരിക്കാറില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പാതിരിമാർ, നിങ്ങളുടെ പുരോഹിതന്മാർ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഹറാമാക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. നിങ്ങളുടെ പുരോഹിതന്മാർ ഒരു കാര്യം ഹലാലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കാറില്ലേ? അതെ, ഉണ്ട്. ഇപ്പോഴത്തെ അവരുടെ പോപ്പ്, വത്തിക്കാനിലെ പോപ്പ്, അവരുടെ പരമോന്നത അച്ഛൻ, അദ്ദേഹം സ്വവർഗ സംഭോഗം എന്ന് വെച്ചാൽ ആണുങ്ങളെ, പെണ്ണുങ്ങളെ പ്രാപിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി സമീപിക്കുന്ന ഏർപ്പാട്, അത് അനുവദനീയമാണെന്ന് പറയുകയുണ്ടായി. അച്ഛന്മാരൊക്കെ ഓക്കെയാണ്. ഇതിപ്പോ ഏറ്റവും പുതിയതാണ്, ഏറ്റവും ലേറ്റസ്റ്റ്. കാലാകാലങ്ങളിൽ ഈ പുരോഹിതന്മാർ ഒരു കാര്യം ഹറാമാണെന്ന് പറയുമ്പോൾ അത് അവർ അംഗീകരിക്കും, ഒരു കാര്യം ഹലാലാണെന്ന് പറയുമ്പോൾ
അതും അവർ അംഗീകരിക്കും. ഇങ്ങനെ ചെയ്യാറില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. ഞാൻ ആ പറഞ്ഞ സ്വഹാബിയുടെ പേര് ആരാണ് അറിയാന്ന് വെച്ചാൽ ഒരു മെസ്സേജിലൂടെ അറിയിക്കുക. പെട്ടെന്ന് ഓർമ്മയിൽ ഇങ്ങോട്ട് വരുന്നില്ല. അദി ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തന്നെയാണ് അവർ റബ്ബുകളാക്കുക എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും തീരുമാനിക്കാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു. അവന്റെ സൃഷ്ടികൾ എന്ത് തിന്നണം, എന്ത് തിന്നരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സൃഷ്ടാവായ അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. അത് മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ അവർ റബ്ബുകളാക്കലാണ്. അത് ശിർക്കാകുന്നു. ഈ ശിർക്ക് മുസ്ലിങ്ങളിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിച്ച മുസ്ലിങ്ങളിൽ തന്നെ നല്ലൊരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. ഒരു ഭരണകൂടം കള്ള് ഇവിടെ വിപണനം ചെയ്യാം, വിൽക്കാം, കുടിക്കാം എന്ന് നിയമം പാസാക്കുമ്പോൾ അതിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. നമ്മുടെ നിയമസഭയിൽ മദ്യനിരോധം എടുത്തു കളയാൻ വേണ്ടി ബില്ല് പാസാക്കുമ്പോൾ കൈ ഉയർത്തിയവർ, വോട്ട് ചെയ്തവർ ഈ സമുദായത്തിൽ പിറന്നവരില്ലേ? അവർ കഥ കഴിഞ്ഞാൽ പള്ളിക്കാട്ടിലല്ലേ അവർ കബറടക്കപ്പെടുന്നത്? എന്നാൽ അവർ മുശ്രിക്കുകളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ അല്ലാഹു തആല ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കാനുള്ള അധികാരം ഒരു നിയമസഭക്കുമില്ല, ഒരു പാർലമെന്റിനുമില്ല, ഒരു ഭരണാധികാരിക്കുമില്ല, ആർക്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന് മാത്രമേയുള്ളൂ. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹിം. അല്ലയോ അഹ്ലു കിതാബുകാരെ, നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത്? ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ന്യായവാദത്തിൽ ഏർപ്പെടുന്നത്? വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദി. തൗറാത്തിന്റെ അനുയായികളാണ്, മൂസാ നബിയുടെ അനുയായികളാണ് നിങ്ങളെന്ന് ജൂതന്മാർ പറയുന്നു. ഇൻജീലിന്റെയും ഈസാ നബിയുടെയും അനുയായികളാണ് നിങ്ങളെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. എന്നാൽ ഈ തൗറാത്തും ഇഞ്ചീലൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമല്ലേ? 4000 കൊല്ലം മുമ്പാണ് ഇബ്രാഹിം നബി ജീവിക്കുന്നത്. എന്നാൽ അതിനും 1000 കൊല്ലങ്ങൾക്ക് ശേഷം 3000 വർഷങ്ങൾക്ക് മുമ്പാണ് തൗറാത്ത് അവതരിക്കുന്നത്, മൂസാ നബി നിയോഗിക്കപ്പെടുന്നത്. വീണ്ടും 1000 കൊല്ലം കഴിഞ്ഞിട്ട് കേവലം 2000 വർഷം മുൻപ് മാത്രമാണ് ഈസാ നബി നിയോഗിക്കപ്പെടുന്നത്, ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെടുന്നത്. എങ്കിൽ പിന്നെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജൂതനുമായിരുന്നില്ല, ക്രിസ്ത്യാനിയുമായിരുന്നില്ല എന്ന് വ്യക്തമല്ലേ? മൂസാ നബിക്ക് മുമ്പ് ജൂതമതം ഇല്ലല്ലോ, ഈസാ നബിക്ക് മുമ്പ് ക്രിസ്ത്യമതവും ഇല്ല. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഥാർത്ഥ നേർമാർഗത്തിൽ ജീവിച്ചവനായിരുന്നു, പ്രവാചകനായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഈ ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ന്യായവാദം നടത്തുന്നത്? അന്നേ അദ്ദേഹം ജൂതനുമല്ല, ക്രിസ്ത്യാനിയുമല്ല. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഉണ്ടായ പരബുദ്ധി, വളരെ സുവ്യക്തമായ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ അത് കാണാൻ, അത് ഉൾക്കൊള്ളാൻ ബുദ്ധി ഉപയോഗിക്കണം. അവരാണ് ബുദ്ധിമാന്മാർ. ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലും ഹദീസിലും ആരാണ് ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആയത്തിൽ. ആരാണെന്നറിയോ? വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരാണെന്നല്ല, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാൾ. ആ കണ്ടുപിടുത്തങ്ങൾ മുഖേന ജനകോടികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചു, അവരത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ കണ്ടുപിടുത്തം നടത്തിയ ആൾ മരിച്ചങ്ങ് പോയി. നാളെ പരലോകത്ത് പരാജിതനാണ്, ജഹന്നമിലാണ് സ്ഥാനം. സത്യം സ്വീകരിക്കാത്തത് കൊണ്ട് അവൻ ബുദ്ധിമാനാണോ? ബുദ്ധിശൂന്യനാണ് എന്നാണ് ഖുർആനും ഹദീസും പറയുന്നത്. യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് തൻ്റെ റബ്ബ് ആരാണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സൃഷ്ടിച്ച റബ്ബിനെ മനസ്സിലാക്കാത്തവൻ ഈ റബ്ബിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ചിലതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിച്ചാൽ അവനല്ല ബുദ്ധിമാൻ. സ്വന്തം റബ്ബിനെ അറിയുകയും സ്വന്തം ഭാവി മനസ്സിലാക്കുകയും തൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവനാണ്.
അത് നല്ലൊരു ശാസ്ത്രജ്ഞനാണെങ്കിൽ വളരെ നല്ലത്. അയാളുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പ്രതിഫലം അദ്ദേഹത്തിന് വല്ലോത്ത് കിട്ടും. ഒരു ശാസ്ത്രജ്ഞൻ നല്ലൊരു കണ്ടുപിടുത്തം നടത്തി, ഒരുപാട് ജനകോടികൾക്ക്, തലമുറകൾക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചു. ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അയാളുടെ ഈ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പ്രതിഫലം അയാൾക്ക് ലഭിക്കും. എന്നാൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവനാണ്, പക്ഷേ സ്വന്തം ഭാവി വിജയകരമാക്കി തീർക്കുന്ന നേർമാർഗം കണ്ടില്ല, അത് മനസ്സിലാക്കിയില്ല. ശാശ്വത നരകത്തിലാണ് അയാളുടെ ജീവിതം. അയാൾ ബുദ്ധിമാനാണോ? ബുദ്ധിശൂന്യനാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് ഈ ജൂതന്മാരോടും ഈ നസ്രാനികളോടുമാണ്. ഹാ അൻതും ഹൗലായി ഹാജസ്തും ഫീമാ ലക്കും ബിഹി ഇൽമുൻ ഫലിമ തുഹാജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. അവർ വിവരമില്ലാതെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും യഥാർത്ഥ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ അവലംബമാക്കുന്ന ഈ ഇഞ്ചീലും തൗറാത്തും യഥാർത്ഥ മൂസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്നതും ഈസാ നബി ഇസ്ലാം കൊണ്ടുവന്നതുമല്ല. ഒരുപാട് ഭേദഗതികൾ വരുത്തിയിട്ടുള്ളതാണ്. അതിൽ ശരിക്കു പറഞ്ഞാൽ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കന്മാരൊക്കെ ഒരു സദസ്സിൽ പറയാൻ പറ്റാത്ത അത്രയും അശ്ലീലവും അസംബന്ധവുമായ കാര്യങ്ങളാണ് ഈ വേദഗ്രന്ഥങ്ങളിലുള്ളത്. പറയാൻ പറ്റുകയില്ല, അത്രയും അശ്ലീലം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലൂത്ത് നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു. തെമ്മാടികളായ ഒരു ജനതയായിരുന്നു, സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ആകെ ലൂത്ത് നബിയും ഭാര്യയും 2 പെൺകുട്ടി, ലൂത്ത് നബി അലൈഹി സ്വലാം ഭാര്യ പോലും സ്വീകരിച്ചില്ല, 2 പെൺകുട്ടികൾ മാത്രമുള്ളത്. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ലൂത്ത് നബിയും പെൺകുട്ടികളും ആ നാട്ടിൽ നിന്ന് പ്രയാണം ചെയ്തു, ഹിജ്റ ചെയ്തു. ആ നാടിനെ അല്ലാഹു തആല കീഴ്മേൽ മറിച്ചു. അങ്ങനെ ഇവർ ഗുഹയിൽ അഭയം തേടി. പ്രായപൂർത്തിയായ പെൺകുട്ടികളാ. അങ്ങനെ ഈ പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു അപ്പനെ വീഞ്ഞു കുടിപ്പിക്കാൻ, ഇത് കള്ളു കുടിപ്പിക്കാനേ. അങ്ങനെ കള്ളു കുടിച്ച് നന്നായിട്ട് ഫിറ്റായി. ആര്? ലൂത്ത് നബി അലൈഹി സ്വലാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ ബൈബിളിലുള്ള കാര്യമായി പറഞ്ഞത്, ഏതെങ്കിലും അച്ഛന്മാർ വായെന്ന് പറഞ്ഞ കാര്യമല്ല. അങ്ങനെ വീഞ്ഞു കുടിച്ച് നന്നായിട്ട് ഫിറ്റായപ്പോ ഒരുത്തി മറ്റൊരുത്തിയോട് പറഞ്ഞു, നാട്ടു നടപ്പ് പ്രകാരം കല്യാണം ചെയ്ത് ഗർഭം ധരിക്കാൻ നമുക്ക് യോഗമില്ല, കാരണം ആ നാടിനെ അല്ലാഹു തആല നശിപ്പിച്ചു. അതുകൊണ്ട് നീ അപ്പനുമായി ക്ഷയിക്ക്, എന്നിട്ട് നമുക്ക് ഗർഭം ധരിക്കാമല്ലോ. അങ്ങനെ ഇവർ 2 പേരും ക്ഷയിച്ചു എന്നാ. അങ്ങനെ കുട്ടികളും ജനിച്ചു എന്നാ. ഇമാതിരി അസംബന്ധങ്ങളാണ് ഈ വേദഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടിയിട്ടുള്ളത്. ഈ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പാശ്ചാത്യ ലോക തെമ്മാടികളായി തീർന്നിട്ടുള്ളത്. ഈ പറഞ്ഞ ഏർപ്പാട് അവർക്ക് ആ വിഷയത്തിൽ അവർ എവിടെ നിൽക്കുന്നു എന്ന് പറയേണ്ടതില്ല. എങ്ങനെയാകാതിരിക്കുക? ഈ ബൈബിളിൽ കൈവച്ചുകൊണ്ടാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നെ തെമ്മാടിത്തമല്ലാതെ, തോന്നിവാസമല്ലാതെ, ഫസാദല്ലാതെ, ഫിത്നയല്ലാതെ അവർ ലോകത്ത് എന്തുണ്ടാക്കാനാണ്? ഇനി വേറൊരു അസംബന്ധം. നൂഹ് നബി അലൈഹി സ്വലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. കള്ളു കുടിച്ച് ലക്കുകെട്ട് മുറ്റത്ത് നഗ്നനായി കിടക്കുക, മുറ്റത്ത്. അപ്പൊ അത് കണ്ടു ഒരു മകൻ അകത്തുനിന്ന്, വീട്ടിൽ നിന്ന്. ആ മകൻ മറ്റൊരു മകനെ വിളിച്ചു, വാടാ വാടാ, അപ്പൻ കിടക്കുന്നത് നോക്ക്. ഈ ഗ്രന്ഥങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. ഇതെല്ലാം കടത്തിക്കൂട്ടിയതാണ് തങ്ങൾക്ക് തോന്നിവാസം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒരു കല്യാണത്തിൽ വീഞ്ഞ് വിളമ്പുമ്പോ, ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ള് വിൽക്കപ്പെടുന്നത് ക്രിസ്മസിനാണ്. എങ്ങനെ ആകാതിരിക്കുക? കല്യാണത്തിന് വന്നവർക്കൊക്കെ വീഞ്ഞ് കൊടുത്ത് വീഞ്ഞ് തീർന്നുപോയി. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം
കുറച്ച് വീഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിലെന്തോ ഒന്ന് ചെയ്തു, ഊതുകയോ കൈവെക്കോ എന്തോ ഒന്ന് ചെയ്ത്, ഞാൻ ഓർക്കുന്നില്ല, ബൈബിളിലുള്ളതാണ്. അങ്ങനെ ധാരാളം വീഞ്ഞുണ്ടായി, അങ്ങനെ കിട്ടാത്തവർക്കൊക്കെ കൊടുത്തു എന്നാ. ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ള് കുടിക്കപ്പെടുന്ന, കൂത്താടപ്പെടുന്ന ദിവസമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ ഗ്രന്ഥത്തിലുള്ളതല്ല, സാക്ഷാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ പരിശുദ്ധ വേദ ഗ്രന്ഥത്തിലെ ഈ വ്യക്തമായ ജ്ഞാനം വന്നു കഴിഞ്ഞ ശേഷവും നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ തർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം യാഥാർത്ഥ്യം എന്താണെന്ന്, നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഈ പരിശുദ്ധ ഖുർആനാണ് ഇവിടെ കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പില് ഇപ്പൊ ഏതാനും ദിവസം മുമ്പ് ഒരു 37 പത്രം കത്തിച്ചു, പരിശുദ്ധ ഖുർആൻ കത്തിച്ചു. എന്നിട്ട് അത് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ വിതരണം ചെയ്തു. പലപ്പോഴും കത്തിക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഖുർആൻ വിരോധിക്കാൻ വേണ്ടി പല രാജ്യത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പോലും ഒന്നിലധികം പ്രാവശ്യം കോടതിയിൽ ഈ ഖുർആൻ നിരോധിക്കണം, ഖുർആനാണ് ഇവിടുത്തെ എല്ലാ ഫസാദിനും എല്ലാവിധ കലാപങ്ങൾക്കും കാരണമെന്ന് കോടതികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ രാജ്യത്ത് അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏത് ഖുർആൻ? നാം വിവരിക്കുന്ന ഖുർആൻ. എന്നാൽ അവർ കൊണ്ടുനടക്കുന്ന ഖുർആൻ വേദഗ്രന്ഥം ഏതാണ്? ഞാനിപ്പോ ഈ പറഞ്ഞ ഉദാഹരണങ്ങളുള്ള ഖുർആൻ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അതിൽ പറഞ്ഞത് കാട്ടുകഴുത പോലുള്ള ഒരു മനുഷ്യൻ, കാട്ടുകഴുത പോലെയുള്ള മനുഷ്യൻ. എന്നിട്ടോ അവർ ഭയങ്കര സഹിഷ്ണുക്കളാണ്, അവര് വലിയ മതമൈത്രിയുടെ ആളുകളാണ്, വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ്. എന്നാൽ നമ്മൾ ഈ പറയപ്പെട്ടതൊക്കെയാണ്. നമ്മുടെ മുസ്ലിം നാമധാരികളിൽ ചിലർ പോലും ഇതൊക്കെ വിശ്വസിക്കുകയും എഴുന്നള്ളിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അശ്റാറുകളിൽ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം ളാല് മുദില്ല് എന്നതിനെ കുറിച്ച് നൽകിയ ഒരു വിശദീകരണം ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മള് നമസ്കാരത്തിൽ, ഫർള് നമസ്കാരത്തിൽ നിർബന്ധമായും 17 പ്രാവശ്യം ദുആ ചെയ്യുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നാഥാ, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ, നിന്റെ നിഅമത്തിന് പാത്രമായവരുടെ മാർഗത്തിൽ, ളാലുകളും മുദില്ലുകളുമായവരുടെ മാർഗത്തിലേക്കല്ല. ആരാണ് മുന്നഴിയും നിഅമത്ത് ലഭിച്ചത്? ആരാണ് ളാല്, ആരാണ് മുദില്ല് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നു. മല്ലം യഅരിഫുൽ ഹഖ് ഫഹുവ ളാല്. സത്യം അറിയാത്തവൻ, അവനാണ് ളാല്. ഇത് ക്രിസ്ത്യാനികളാണ്. ഈ പറയപ്പെട്ട സംഗതികളൊന്നും ഈസാ നബിയെ കുറിച്ച്, ഈസാ നബിയുടെ മാതാവിനെ കുറിച്ച്, ഈസാ നബിയുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച്, ഈസാ നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്ത് എന്ത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം അവർക്കറിയുകയില്ല. അവർ ളാലിലാണ്, വഴികെട്ടവരാണ്, വഴി പിഴച്ചവരാണ്. ഇനി വമൻ അറഫഹു വആസറ ഗൈറഹു അലൈഹി. ഇനി യാഥാർത്ഥ്യം അറിഞ്ഞു മനസ്സിലാക്കി, എന്നിട്ടോ വആസറ ഗൈറഹു അലൈഹി, ആ യാഥാർത്ഥ്യത്തിനെതിരായതാണ് സ്വീകരിച്ചത്. ഫഹുവ മഗ്ദൂബുൻ അലൈഹി, അവനാണ് മഗ്ദൂബ്. മഗ്ദൂബ് എന്നുള്ള അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവരെന്നാണ്. അതാണ് ജൂതന്മാർ. കാരണം ഈസാ നബി അലൈഹി സ്വലാം വന്നപ്പോൾ ഇവരെയാണ് അഭിസംബോധന ചെയ്തത്, ഈ ഇസ്രായേൽ സമുദായത്തെ. അവർക്കാണ് ഈസാ നബി അലൈഹി സ്വലാം പ്രബോധനം നിർവഹിച്ചത്. വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകളോട് കൂടി. ഇത് അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ്. ഈ ഈസാ നബി കൊണ്ടുവന്ന വേദഗ്രന്ഥം ശരിയായ വേദഗ്രന്ഥമാണ് എന്നൊക്കെ വ്യക്തമായി അവർ മനസ്സിലാക്കി. കാരണം തൗറാത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂസാ നബി അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാമിനെ ക്രൂശിൽ തറക്കാൻ വേണ്ടി ചരട് വലിച്ചു. ഈസാ നബി അലൈഹി സ്വലാമിനെ ജാരപുത്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ മൻ അറഫഹു, സത്യം മനസ്സിലാക്കി, വആസറ ഗൈറഹു അലൈഹി, പക്ഷെ അതിന് വിരുദ്ധമായതാണ് അവർ സ്വീകരിച്ചത്. ഫഹുവ മഗ്ദൂബുൻ അലൈഹി,
അവരാകുന്നു മഗ്ലൂബ്, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവർ. ഇനിയോ വമൻ അറഫഹു വഅത്ബഅഹു, സത്യമേതെന്ന് അറിഞ്ഞു മനസ്സിലാക്കി, എന്നിട്ടോ വഅത്ബഅഹു, അത് ഫോളോ ചെയ്തു, അത് പിന്തുടർന്നു, ഫഹുവ മുൻഅമിൻ അലൈഹി, അവരാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്തിന് പാത്രമായവർ. നമ്മൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഈ സംഗതികളൊക്കെ നമ്മുടെ മുമ്പിൽ വേണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തവരുടെ മാർഗത്തിൽ. ആരാണ് നിഅമത്ത് ചെയ്തവര്? സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഫോളോ ചെയ്തവരാണ്. ഇത് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്ന നമ്മൾ അല്ലാഹു തആലാന്റെ കൽപ്പന ഫോളോ ചെയ്യാതിരിക്കൂ? ഇരിക്കൂല. അതുപോലെ തന്നെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, സത്യം മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിക്കാതെ അതിനെതിരായ മാർഗം സ്വീകരിച്ചവര്, അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കരുത്. വലദ്ദാല്ലീൻ, സത്യം എന്താണെന്നറിയാതെ വഴികേടിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മാർഗത്തിലേക്കും ഞങ്ങളെ നീ നയിക്കരുത് എന്ന്. ഇങ്ങനെയുള്ള നിസ്കാരത്തെ കുറിച്ചാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളുടെ വീടിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ദിവസം 5 പ്രാവശ്യം നിങ്ങൾ അതിൽ കുളിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും മാലിന്യവും ഉണ്ടാകുമോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബി, 5 പ്രാവശ്യം കുളിച്ചാൽ പിന്നെന്താ അഴുക്കാൻ എന്നതുപോലെയാണ് 5 വക്ത് നമസ്കാരം. അപ്പോ ആ യാതൊരു തെറ്റുകുറ്റങ്ങളും സംഭവിക്കാതെ വളരെ പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന, പര്യാപ്തമാക്കുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. പക്ഷെ അതങ്ങനെ ആവണമെങ്കിൽ ഇങ്ങനെയാവണം. ഇങ്ങനെയാവണം. ആരാണ് മുൻഅഴിൻ, നിഅമത്ത് ലഭിച്ചവർ? ആരാണ് മഗ്ദൂബ്, കോപിഷ്ഠരായ, അല്ലാഹു തആല കോപിച്ചവർ? ആരാണ് ദ്വാല്? ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആശയം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. അപ്പോഴാണ് ഈ പറഞ്ഞ ഫലം ഉണ്ടായിത്തീരുക. അപ്പോഴാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം എല്ലാ നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും മ്ലേച്ഛ വൃത്തികളിൽ നിന്നും ആ നമസ്കാരക്കാരെ തടയും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അത്തരം നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാ കാന ഇബ്രാഹിം യഹൂദിയ്യൻ വലാ നസ്രാനിയൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം യഹൂദിയുമായിരുന്നില്ല, നസ്രാനിയുമായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം വളരെ ഋജുമാനസനായ, നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു. പരിപൂർണമായി അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വശംവദനായിക്കൊണ്ട് അള്ളാഹു തആല കൽപ്പിച്ചത് അപ്പടി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനുമായിരുന്നില്ല. മുശ്രിക്കായിരുന്നില്ല, യഹൂദിയായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല, അദ്ദേഹം മുസ്ലിമായിരുന്നു. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഉഹു, ഈ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ഏറ്റവും അവകാശപ്പെട്ടിട്ടുള്ളത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുപ്പമുള്ളവർ ആരാണ്? ലല്ലദീന തബഉഹു, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിൻപറ്റിയവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദാണ് പ്രബോധനം ചെയ്തത്. തൗഹീദിന് വേണ്ടി നിലകൊള്ളതിൻ്റെ പേരിലാണ് അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടത്. അതിൻ്റെ പേരിലാണ് നാടും വീടും വിട്ടുകൊണ്ട് ഹിജ്റ ചെയ്യേണ്ടി വന്നത്. വഹാദൻ നബിയു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അതോടൊപ്പം ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഏറ്റവും അടുപ്പമുള്ളത്, ഏറ്റവും അവകാശപ്പെട്ടിട്ടുള്ളത് ആ ഇബ്രാഹിം നബിയെ പിൻപറ്റുന്നവരും വഹാദൻ നബിയു, ഈ നബിയും വല്ലദീന ആമനു, ഈ നബിയിൽ വിശ്വസിച്ച മുസ്ലിങ്ങളുമാകുന്നു. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ വലിയാകുന്നു. വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, രക്ഷാകർത്താവ്, ആത്മമിത്രം എന്നെല്ലാം അർത്ഥമുള്ള വിപുലമായ ആശയമുള്ള വാക്കാകുന്നു വലിയ. വദ്ദ ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബി ലൗ യുദില്ലൂനകും, ഈ അഹ്ലി കിതാബുകാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ നിങ്ങളൊന്ന് വഴിപിഴപ്പിച്ചാൽ എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു.
നിങ്ങളൊന്ന് വഴിപിഴച്ച് കിട്ടണം, ഈ നേരായ മാർഗത്തിൽ നിങ്ങൾ ജീവിക്കരുത്, അതിൽ നിന്ന് തെറ്റണം എന്ന് അവർ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. വമാ യുദില്ലൂന ഇല്ലാ അൻഫുസഹും, എന്നാൽ അവർ നിങ്ങളെ വഴിപേപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ അവർ സ്വന്തത്തെ തന്നെയാണ് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. വമാ യശൂറൂൻ, അവർ അത് അറിയുന്നില്ല. യാ അഹ്ലൽ കിതാബി, അല്ലയോ അഹ്ലൽ കിതാബുകാരെ, ലിമ തക്ഫുറൂന ബി ആയാത്തില്ല, നിങ്ങൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കുന്നത്? അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥം, അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകന്മാർ, ഇവരെയൊക്കെ എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? വഅൻതും തഷ്ഹദൂൻ, നിങ്ങൾ വ്യക്തമായി സാക്ഷികളായിരിക്കെ. കാരണം ഈ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചതാണ് എന്നതിന് അവർ സാക്ഷികളാണ്. കാരണം അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഭേദഗതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ ഇഞ്ചീലിലും തൗറാത്തിലും ഇങ്ങനെ ഒരു വേദഗ്രന്ഥം അവതരിക്കുമെന്നും പ്രവാചകൻ നിയോഗിക്കപ്പെടുമെന്നും ഇപ്പോഴും ഉണ്ട്. യാ അഹ്ലൽ കിതാബ്, അല്ലയോ അഹ്ലി കിതാബുകാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യത്തോട് കൂട്ടിക്കലർത്തുന്നത്? വതക്തുമൂനൽ ഹഖ്ഖ, നിങ്ങൾ സത്യം മറച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെ മറച്ചു വെക്കുകയും സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖാല ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബി, ഈ അഹ്ലി കിതാബുകാർ മുസ്ലിങ്ങളെ വഴിപേപ്പിക്കാൻ അതിരറ്റ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനവർ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്നത്. വഖാല ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബ്, ഈ അഹ്ലി കിതാബുകാരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു, ജൂതന്മാരാണ് ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. കാരണം മദീനയിൽ ജൂതന്മാരാണ് ഉണ്ടായിരുന്നത്, 3 ജൂതഗോത്രങ്ങൾ. ആമിനു ബില്ലദീ ഉൻസില അലല്ലദീന ആമനു വജ്ഹൻ നഹാർ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിലും നബിയിലൊക്കെ നിങ്ങൾ ദിവസത്തിൻ്റെ തുടക്കത്തിൽ വിശ്വസിക്കുക. എന്ന് വെച്ചാൽ സുബഹിൻ്റെ സമയത്ത് ഇസ്ലാമൊക്കെ സ്വീകരിച്ചിട്ട് പള്ളിയിലൊക്കെ അങ്ങ് പോവാൻ നിസ്കരിക്കാൻ ജൂതന്മാരിൽ ഒരു വിഭാഗം തയ്യാറാക്കിയ ഒരു ഗൂഢപദ്ധതിയാണ്. എന്നിട്ടോ വഖ്ഫുറു ആഖിറഹു, അവസാനം വരുമ്പോൾ ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യാച്ചാൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മുർത്തദ്ദായിട്ട് തിരിച്ചു പോരുക. എന്തിന്? ലഅല്ലഹും യർജിഊൻ, ഈ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളെ തെറ്റിദ്ധാരണയിൽ അകപ്പെടുത്താനും അവരിൽ സാധ്യമായവരെ നേരായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും. അതെങ്ങനെ പണി എന്ന് വെച്ചാൽ, അറബികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുൻപ് അവർക്ക് വേദഗ്രന്ഥങ്ങൾ പരിചിതമായിരുന്നില്ല. പ്രവാചക സന്ദേശത്തെക്കുറിച്ച് അവർക്ക് കാര്യമായി അറിവുണ്ടായിരുന്നില്ല. കാരണം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം 2500ഓളം വർഷങ്ങൾ അറബ് സമൂഹത്തിൽ പ്രവാചകന്മാർ ആഗതരായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥവുമായി ബന്ധമില്ല. വേദഗ്രന്ഥത്തിൽ അധ്യാപനങ്ങൾ, പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെയല്ല. അവർക്ക് വേദഗ്രന്ഥവും പ്രവാചകന്മാരൊക്കെ സുപരിചിതരാണ്, അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. പ്രത്യേകിച്ച് മദീനയിലെ ജൂതന്മാർ, അവരുടെ കൂട്ടത്തിൽ ധാരാളം വേദപണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗം രാവിലെ ഇസ്ലാം സ്വീകരിച്ചിട്ട് വൈകുന്നേരം ഇതെന്ത് ദീനാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവരെ തെറ്റിദ്ധാരണയിൽ അകപ്പെടുത്താൻ പറ്റും. അതായത് അവർ വേദഗ്രന്ഥത്തെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ അറിയുന്നവരല്ലേ, അവർ ഇസ്ലാം സ്വീകരിച്ച് മുന്നോട്ട് വന്നു, പിന്നെ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇത് യഥാർത്ഥ പ്രവാചകനല്ല, ഇത് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ അവർ തിരിച്ചു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെയെങ്കിലും വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചിരുന്നു. പക്ഷേ വലിയ പ്രതികരണമൊന്നും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ അപൂർവം ചിലരൊക്കെ മുർത്തത്തുകളായ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ മുസ്ലിങ്ങളെ വഴിപഴപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവർ അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോഴും തുടരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞ ഈ അഹമ്മദ് ഖാദിയാനിയൊക്കെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് രംഗത്ത് കൊണ്ടുവന്ന്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗമാണ് ആ പ്രദേശം എന്ന് മാത്രം. ഇങ്ങനെ ലോകത്തുടനീളം മുസ്ലിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിനോട് വിരോധമുള്ള ഏതെങ്കിലും എഴുത്തുകാരനോ സാഹിത്യകാരനോ കവിയോ രംഗത്ത് വരികയാണെങ്കിൽ അപ്പം അവർ വിലക്കെടുക്കും.
എന്നിട്ട് അവിടെ സിറ്റിസൺ കൊടുത്തിട്ട് അവിടെ താമസിപ്പിക്കും. എന്നിട്ട് ഇസ്ലാമിനെതിരെ ഖുർആനെതിരെ അവരെ കൊണ്ട് എഴുതിപ്പിക്കും. അവർക്കെതിരെ മുസ്ലിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കും. വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ പരിപാടി ഇന്ന് തുടങ്ങിയതല്ല, നബിയുടെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനക്കും. അതോടൊപ്പം ഈ അഹ്ലി കിതാബുകാർ അവരുടെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളുടെ ദീൻ ഫോളോ ചെയ്യുന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. ഈ പറഞ്ഞ ഗൂഢപദ്ധതിയുടെ മറ്റൊരു ഭാഗമാണ്. എന്നിട്ട് അല്ലാഹു തആല നബിയോട് പറയുകയാണ്, ഖുൽ നബിയെ പറയുക, ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, സന്മാർഗ സന്ദേശം ഹിദായത്ത് എന്നാൽ അത് അല്ലാഹു തആല നൽകുന്നതാകുന്നു ഹിദായത്ത്. അയ്യുഅ്ത അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജ്ജുകും ഇൻദ റബ്ബിക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു, ഈ ബനി ഇസ്മായിൽ നബിയുടെ പിന്മുറക്കാരിൽ ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നതിലുള്ള അസൂയ കാരണമാണ് ഇവർ ഈ കുൽസിത ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹ്, നബിയെ താങ്കൾ പറയുക, എല്ലാ ഔദാര്യവും എല്ലാ ഫദ്ലും അള്ളാഹുവിൻ്റെ ഹസ്തത്തിലാകുന്നു. യുഅ്തിഹി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു തആല അങ്ങേയറ്റത്തെ വിശാലനും സർവജ്ഞനുമാകുന്നു. അപ്പോൾ ഈ റിസാലത്ത്, പ്രവാചകത്വ ദൗത്യം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാലശേഷം, നബിയുടെ കാലശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള ലോകത്തെ ജനകോടികൾക്ക് അള്ളാഹുവിൻ്റെ ഈ സന്മാർഗ സന്ദേശം എത്തിക്കുക എന്ന ഈ മഹത്തായ ദൗത്യം, ഇതൊരു വലിയ പോരിശയാണ്. ഇതിനേക്കാൾ വലിയ ഒരു പോരിശ ഇല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്മായിലിൽപ്പെട്ട നബിക്ക് നൽകി. അതോടൊപ്പം ആ നബിയെ അനുധാവനം ചെയ്ത മുസ്ലിങ്ങൾക്കും നൽകി, മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു. നേരത്തെ അത് ഈ ബനി ഇസ്രായേലിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അവർ വഴികേടിലായപ്പോൾ, അവർ ളാല്ലുകളും മുളില്ലുകളുമായപ്പോൾ അല്ലാഹു തആല അവരിൽ നിന്ന് ഈ മഹാദൗത്യം പിടിച്ചെടുക്കുകയും ഈ ബനി ഇസ്മായിലിനെ അത് ഏൽപ്പിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅ്തിഹി മൻ യശാ. എല്ലാ ഔദാര്യവും അല്ലാഹു തആലാന്റെ ഹസ്തത്തിലാണ്, അവർ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. നേരത്തെ നിങ്ങൾക്ക് നൽകിയിരുന്നു, ഇപ്പം അവർക്ക് കൊടുത്തു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. എന്നാൽ അല്ലാഹു തആല കണ്ണും കടപ്പുമില്ലാതെ നൽകിയല്ല. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു തആല അങ്ങേയറ്റത്തെ വിശാലനാണ്, സർവജ്ഞനാണ്. ഈ മഹത്തായ ദൗത്യം ഏൽപ്പിക്കപ്പെടാൻ അർഹമായ കൈകൾ ആരുടേത്? അല്ലാഹു തആലക്കറിയാം. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്, അല്ലാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠനാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, എല്ലാ ലോകർക്കും അനുഗ്രഹമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം ഉള്ളത് എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ 12-ലാണ് നാം ഉള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നബിയെക്കുറിച്ച് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒന്നാമതായി പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വിശേഷണങ്ങൾ, ഔന്നത്യങ്ങൾ, പോരിശകൾ, അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നബിയുടെ സ്ഥാനവും മാനവും. നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ ഒരു പദവി, സാഹിബ് ഷഫാഅ, മഖാമം മഹ്മൂദ് എന്നെല്ലാം സ്തുത്യർഹമായ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. മൊത്തം മനുഷ്യ സമൂഹത്തിന്റെ വിചാരണ കീഴടക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ഷഫാഅത്ത് നിർവഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഹൗദുൽ കൗസർ നൽകിയിട്ടുണ്ട്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരൽപ്പം പാനം ചെയ്താൽ പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ദാഹിക്കുകയില്ല. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും മഞ്ഞിനേക്കാൾ തണുത്തതുമായ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ
പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ദാഹിക്കുകയില്ല. സ്വർഗ കവാടം ആദ്യമായി തുറക്കപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും സഹിഹ ഹദീസിലും വന്നിട്ടുള്ള നബിയുടെ പോരിശകൾ നമുക്ക് പറയാം, അത് മനസ്സിലാക്കാം, ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്താം. എന്നാൽ നേരത്തെ നമ്മൾ വേദഗ്രന്ഥങ്ങളിൽ മാറ്റത്തിരുത്തങ്ങൾ വരുത്തി അതിൽ പൊടിപ്പും തൊങ്ങനുമൊക്കെ വെച്ച് പറയുന്ന സംഗതികൾ അത് നാം സ്വീകരിക്കാൻ പാടില്ല. നബിയുടെ യഥാർത്ഥ സ്ഥാനം അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു ബഹുമതി, അതിനേക്കാൾ വലിയൊരു സ്ഥാനം ലഭിക്കാനില്ല. അതാണ് നാം പറയേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? നാം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യാണ് വേണ്ടത്. നബിയെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിട്ടുള്ളതാണ്. ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാഅ് ചെയ്യുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, നബിയുടെ സുന്നത്ത് ഫോളോ ചെയ്ത് ജീവിക്കുക. അതാണ് അള്ളാഹുവിനെയും റസൂലിനെയും ഏറ്റവും സ്നേഹിക്കാനുള്ള മാർഗമായിട്ട് നബി പഠിപ്പിച്ചത്. അപ്പൊ ഈ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച തോറും നോമ്പെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, താങ്കൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് ഞാൻ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്തുകൊണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. അപ്പൊ നബിയെ സ്നേഹിക്കുന്നവര് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് ആ നബിയുടെ സുന്നത്ത് ഹയാത്താക്കേണ്ടത്. നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നബി ജനിച്ച ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് നമ്മൾ നബിയെ ഓർക്കേണ്ടത്. അതാണ് നബിയുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യാന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ. അല്ലാതെ ഇവിടെ ഇതര മതസ്ഥർ ചെയ്യുന്നത് പോലെ കൊടി തോരണങ്ങളും കുറെ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടും ഒക്കെയുള്ള ഈ ആഘോഷ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഏറ്റവും ഉത്തമരായ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ്, നബിയും സഹാബത്തും ജീവിച്ച്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് താബിഈങ്ങളുടേതാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് താബിഈങ്ങളുടേതാണ്. 3 തലമുറ ഏറ്റവും ഖൈറായ തലമുറ. ഈ 3 തലമുറയുടെ കാലത്തും ഈ കൊടി തോരണങ്ങളും കാര്യങ്ങളും ആഘോഷങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാം നബിയെ സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ്. എൻ്റെ അടുത്ത് 4 ദിവസം മുമ്പ് നമ്മളെ മഹല്ല് ഭാരവാഹികളെല്ലാം കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞ്, നമുക്കിവിടെ നബിദിന ആഘോഷത്തിന് ഒരു 3 ലക്ഷം ചെലവുണ്ട്, അതിനൊരു 3-1 നിങ്ങൾ ഇങ്ങോട്ട് തരണം എന്നാണ്. എൻ്റെ അടുത്ത് വന്നതാ. അപ്പം മുമ്പൊരിക്കേ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പിന്നെ അവർ വരാതിരിക്കേണ്ടതാ, പക്ഷേ അവർ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ഒരു പുണ്യകർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ 38 കൊല്ലം അറബ് ലോകത്ത് ജീവിച്ച ആളാണ്. 38 കൊല്ലം അറബ് ലോകത്തുള്ള മഹാപണ്ഡിതന്മാരുടെ ദർസുകൾ കേട്ടുകൊണ്ടും അവരുടെ കിതാബുകൾ വായിച്ചുകൊണ്ടുമാണ് ഞാൻ ദീനുൽ ഇസ്ലാമിനെ പിടിച്ചിട്ടുള്ളത്. അവരൊന്നും തന്നെ ഇത് ആഘോഷിക്കാറില്ല. അവർ ഈ പറഞ്ഞ പണി ചെയ്യും. തിങ്കളാഴ്ച നബി ജനിച്ച ദിവസമാണല്ലോ, അന്ന് നോമ്പെടുക്കും. അതുകൊണ്ട് അതിന് ഞാനൊന്നും തരൂല. അതേസമയത്ത് അതിനെതിരെ വാളെടുക്കാനൊന്നും ഞാൻ തയ്യാറില്ല. കാരണം ഈ ആഘോഷം മാറ്റി നിർത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ചൊല്ലുന്നത് പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റേ പരിപാടിയൊന്നുമല്ല കേട്ടോ. നബിയുടെ മൗലിദ് ചൊല്ലുന്നത് ഒരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിങ്ങൾ അത് ചൊല്ലുകയാണെങ്കിൽ അതിന് പുണ്യമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാലത്തൊന്നും ഇല്ലെങ്കിൽ പോലും, അതിന് ശേഷം തുടങ്ങിയതാണെങ്കിൽ പോലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ചെയ്തിട്ടുണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നവർ അത് ചെയ്താൽ അവർക്ക് പുണ്യം കിട്ടും എന്ന്. ഈ ആധുനിക കാലഘട്ടത്തിലും അങ്ങനെ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരുണ്ട്. കേരളത്തിലെ പ്രസിദ്ധ പണ്ഡിതൻ അലിയാർ ഖാസിമിയൊക്കെ ആ നിലപാടുകാരനാണ്. അപ്പോൾ
അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു വാളൊന്നും എടുക്കൂല. പക്ഷേ ഇത് ഈ ആഘോഷിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് എന്ന് ഞാൻ മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് നേടിയവർക്ക്, ജയിച്ചവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്നെ സമീപിച്ചോളി, പക്ഷേ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാവരുത്. അത് വേറെ മദ്രസ വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കണം എന്ന് വെച്ചാൽ അഹ്ലൻ വസഹലൻ മർഹബൻ. അവരങ്ങോട്ട് പോയി. അപ്പം ഇന്ന് റബീഉൽ അവ്വൽ ആയതുകൊണ്ട്, 12 ആയതുകൊണ്ട് ഇത് പറയേണ്ടത് ഒരാവശ്യമാണെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ തജ്വീദുൽ ഖുർആൻ ഗ്രൂപ്പിൽ ഇന്ന് രാവിലെ നബിദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. ഒരു വനിത ഇട്ടതാണ്, അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ആരെങ്കിലും പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തതാണോ എന്നറിയില്ല. അപ്പോൾ ഈ നബിദിന ആശംസ കൈമാറുന്ന ഈ പരിപാടി മുൻകാലങ്ങളിൽ സലഫ് സാലിഹീങ്ങളുടെ കാലഘട്ടത്തിലില്ല. 2 പെരുന്നാൾ മുസ്ലിമീങ്ങളുടെ ആഘോഷമാണ്. ആ പെരുന്നാൾ ആശംസ കൈമാറുന്നത് സ്വഹാബത്തൊക്കെ ചെയ്തിരുന്നു. അത് സുന്നത്താണ്, അത് നമുക്ക് ചെയ്യാം. അതിലപ്പുറം നബിയും സഹാബത്തും മാതൃക കാണിച്ചിട്ടില്ലാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഇവിടെ പറയുകയാണ്. ഇന്ന് നമ്മൾ സമയം കുറെ ആയി കഴിഞ്ഞിട്ടുണ്ട്. 1.25 മണിക്കൂറായി. നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഒക്ടോബർ 3-ാം തീയതിയാണ് നമ്മുടെ ജെൻസ് ക്വിസ് പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നവംബർ ഫസ്റ്റ് വീക്കിലാണ് ലേഡീസിൻ്റേത്. ഇനി നമുക്ക് ഒരു 21-22 ആയത്തുകളാണ് ബാക്കിയുള്ളത്. 26 ആയത്തുകളാണ് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹു തആല തുടർന്നുള്ള 2 ക്ലാസ്സുകളിൽ അത് വിവരിച്ച് തീർക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ 26-ാം തീയതി വെള്ളിയാഴ്ച നമുക്ക് സ്റ്റഡി ലീവാക്കാം. അഥവാ 2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് 2 ആഴ്ച ക്ലാസ്സിന് അവധിയായിരിക്കും. ആ 2 ആഴ്ചക്കാലം എല്ലാവരും തഫ്സീർ അവലംബിച്ചുകൊണ്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പ്രകാരം അമൽ ചെയ്യുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം കരസ്ഥമാക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.